ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു മനുഷ്യൻ. ആ കയ്യൊപ്പുമായി തൊടുപുഴയുടെ ഹൃദയങ്ങളിൽ നന്മയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സേവനത്തിൻ്റെയും ചിത്രം വരയ്ക്കുന്ന മനുഷ്യസ്നേഹി എ സലിംകുട്ടിക്ക. ദൈവം ചില മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്നത് ചില നിയോഗങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം നിശ്ചയിച്ച നിയോഗങ്ങൾക്കപ്പുറം അവരുടെ ജീവിതത്തിലോ മനസ്സിലോ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരിക്കില്ല. അങ്ങനെ സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഉത്തരമാകാനും ദൈവം നിയോഗിച്ച വ്യക്തിയാണ് സലിംകുട്ടിക്ക. പുത്തിരിയിൽ അബ്ദുൽ കരീമിൻ്റെയും ഫാത്തിമയുടെയും മകനായ സലിംകുട്ടിക്ക് ചെറുപ്പം മുതലേ ഫുട്ബോളിനോട് പ്രണയമായിരുന്നു. അങ്ങനെ ബിസിനസ്സുകാരനായ പിതാവിൻ്റെ പാതയിൽ നിന്നും മാറി സഞ്ചരിച്ച സലിംകുട്ടി ഫുട്ബോൾ ഗ്രൗണ്ടുകളിലെയും ക്യാമ്പസുകളിലെയും സ്ഥിര സാന്നിധ്യമായി മാറി. ആദ്യം ജില്ലയ്ക്ക് വേണ്ടിയും പിന്നീട് സന്തോഷ് ട്രോഫി ടീമിലും ഇടം പിടിച്ചു. അതോടെ ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ക്യാമ്പസിലേക്ക് സെലക്ഷൻ കിട്ടി. എന്നാൽ തൊടുപുഴയിൽ നടന്ന പഞ്ചായത്ത് മത്സരങ്ങളിൽ കളിക്കാനിറങ്ങിയ സലിംകുട്ടിക്ക് കാൽമുട്ടിന് പരിക്കേറ്റതോടെ ഫുട്ബോൾ എന്ന സ്വപ്നം ബാലി കയറാമലയായി. പക്ഷെ പ്രതിസന്ധികളെ നേരിടാൻ തീരുമാനിച്ച ആ ചെറുപ്പക്കാരൻ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി സോക്കർ സ്കൂൾ എന്ന കായിക സ്കൂളിന് രൂപം നൽകുകയും കഴിവുള്ള എന്നാൽ സാമ്പത്തിക ശേഷിയില്ലാത്ത അനേകം കുട്ടികളെ കായിക രംഗത്തേക്ക് കൈപിടിച്ച് നയിക്കുകയും ചെയ്തു. സലിംകുട്ടീനെ ഞാൻ വണ്ണപ്പുറത്ത് വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. വളരെ സന്തോഷ് ട്രോഫി താരം. അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഴിവാണ്. കാരണം അദ്ദേഹം ഈ ആരെയും അങ്ങനെ ഇതാക്കുന്ന അരപ്പുറം നടക്കുന്ന ആളല്ല. പക്ഷേ ഇവിടെ തൊടുപുഴയുടെ ഒരു അഭിമാനമാണ് സലിംകുട്ടി. എന്ത് കാര്യത്തിനും ഉറപ്പ് എന്ന് അതുപോലെ പ്രയത്നിക്കുന്ന ഒരാണ്. അദ്ദേഹത്തിന് ഇതുവരെയും ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും അനുകൂലമോ ഇതൊന്നും കിട്ടിയിട്ടില്ല. അത്ര പ്രയത്നമായിട്ടുള്ളൊരു കോച്ചാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന. കുട്ടികളെ എത്ര അവിടെ ഫുട്ബോൾ അക്കാഡമി അതുപോലെ എല്ലാ കാര്യത്തിനും എല്ലാ നാട്ടിലെ കാര്യത്തിനും ഇത്തരം ചെയ്യുന്ന ഒരു വ്യക്തി വേറെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും അത് കുറവല്ല എന്നാണ് എനിക്ക് പറയാവുന്നത്. അദ്ദേഹത്തിന് എൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നു. അദ്ദേഹം ഒരു നല്ല ഒരു ഫുട്ബോൾ കോച്ചാണ്. ഈ കാല് പോയിട്ട് കൊണ്ടാണ് പുള്ളി, കാലിൽ കുടിഞ്ഞുകൊണ്ടാണ് പുള്ളി ഇതിൽ നിന്ന് മാറിയിരുന്നത്. എങ്കിലും നിരവധി ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുത്ത ഒരു പ്രഗത്ഭ വ്യക്തിയാണ് സലിംകുട്ടി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് സ്പോർട്സിലേക്ക് കടന്നു വരാൻ സോക്കർ സ്കൂളിലൂടെ അവസരമൊരുക്കുക മാത്രമല്ല, സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെന്റർ തൊടുപുഴയിൽ സ്ഥാപിക്കുന്നതിനും സലിംകുട്ടിയുടെ സേവനം ശ്ലാഘനീയമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യൂസ് ജോസഫ് വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻ്റായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഉദ്ദേശം ഒരു 20 വർഷത്തോളം കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം സലിംകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സഹോദരനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു നല്ല മനുഷ്യസ്നേഹി, ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന വ്യക്തി, ബ്ലഡ് ഡൊണേറ്റ്സ് ഫോറം, സോക്കർ സ്കൂൾ, അങ്ങനെ പല നിലകളിലും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് എല്ലാവിധ പ്രശ്നങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് എനിക്ക് സലിംകുട്ടിയെ ഓർമ്മിക്കാൻ ഇഷ്ടം. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും
തൊടുപുഴയിൽ മാത്രമല്ല, ഒരു കേരളത്തിലെയും ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്ന് ജോലിയെടുക്കുന്ന പല കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടാവും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണത്തിലും അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻഡയറക്റ്റിൽ പരിചയപ്പെടുത്തിയ വ്യക്തികൾ വഴിയായിട്ടോ ജോലി ലഭിച്ചിട്ടുള്ളതോ നല്ല സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളതോ ഒരുപാട് വ്യക്തികളെ ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ജാതി മത പരിഗണനകളൊന്നും ഇല്ലാതെ, രാഷ്ട്രീയ ബന്ധമില്ലാതെ, എന്നാൽ തികച്ച ഒരു നല്ല ഒരു പൗരനായിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു തികഞ്ഞ നല്ല മനുഷ്യസ്നേഹി എന്നുള്ളത് മാത്രമാണ് എനിക്ക് സലിംകുട്ടിയെ കുറിച്ച് പറയാനുള്ളത്. 2000 മുതൽ 2016 വരെയുള്ള കാലഘട്ടങ്ങളിൽ കാര്യങ്കോട്ട് ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ അന്ന് യശസ്വരീനായ ഡോക്ടർ NBP നമ്പൂതിരി, ഡോക്ടർ CD സഹദേവൻ ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ആശുപത്രിയുടെ സമഗ്രമായ വികസനത്തിന് HMC മെമ്പർ എന്നാണ് പറയുക, അങ്ങനെയൊക്കെയുള്ള നിലകളിലും അനൗദ്യോഗികമായിട്ടും ഔദ്യോഗികമായിട്ടും ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതല്ല. തീർച്ചയായിട്ടും അത് കൂടാതെ 2005-2010 കാലഘട്ടങ്ങളിൽ അവിടെ സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ എന്ന് പറഞ്ഞൊരു ഒരു ഗവൺമെന്റിന്റെ തന്നെ ഒരു പ്രോഗ്രാം അവിടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തൊടുപുഴയിൽ സാധിച്ചത് സലിംകുട്ടി എന്നുള്ള ഒരൊറ്റ വ്യക്തിയുടെ മാത്രം പിന്തുണ കൊണ്ടാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്പോർട്സിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരും മറ്റ് നല്ല ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ആ പ്രോജക്റ്റ് തൊടുപുഴയിൽ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കുകയും അത് ഇപ്പോഴും അതിൻ്റെ നല്ല സജീവമായി തുടരുന്നതിൻ്റെയും പുറകിലും നമ്മുടെ സലിംകുട്ടിയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തൻ്റെ കർമ്മമേഖലകൾ ഫുട്ബോൾ മാത്രമല്ലെന്ന് തിരിച്ചറിഞ്ഞ സലിംകുട്ടി പിന്നീട് സേവന രംഗത്തേക്ക് കയ്യും വീശി ഇറങ്ങി. അതോടെ തൊടുപുഴയിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും മറ്റൊരു യുഗം കൂടി പിറന്നു. ആതുര സേവന രംഗത്തും രക്തദാന രംഗത്തും അദ്ദേഹം ഇന്ന് സജീവമാണ്. തൊടുപുഴ IMAയുമായി ചേർന്ന് അദ്ദേഹം നടത്തിയ സേവനങ്ങൾ അനേകമാണ്. 2004 ഫെബ്രുവരിയിലാണ് ഈ IMA ബ്ലഡ് ബാങ്ക് തൊടുപുഴയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവണ് അന്ന് മുതൽ അദ്ദേഹം രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരം നമ്മൾ എന്തൊരാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ട എല്ലാവിധ സഹായവും സഹകരണവും എല്ലാം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് അദ്ദേഹം IMA ബ്ലഡ് ബാങ്കിൻ്റെയായിട്ട് കാലങ്ങളുണ്ട്, അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ അദ്ദേഹം സഹകരിച്ച് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഔട്ട്ഡോർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താനാണെങ്കിലും ഇൻഡോർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താനാണെങ്കിലും ഇനി അത്യാവശ്യം നമുക്ക് ബ്ലഡ് ബാങ്കിൽ ബ്ലഡിൻ്റെ ഒരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം എവിടെയെങ്കിലും കോളേജിൽ ചെന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പറഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹം ആളെ ഇവിടെ അറേഞ്ച് ചെയ്തെത്തിക്കാറുണ്ട്. അദ്ദേഹത്തിനോട് ഒരു ഊറ്റുപെട്ടിയ ആൾക്കാർ, കുറേ ആൾക്കാർ അദ്ദേഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വരാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നല്ലൊരു ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. കാരണം എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സേവനം അവർക്കെല്ലാം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിളിക്കുമ്പോൾ അവർ കൂടി വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങളെ ബ്ലഡ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാഫിനെ അദ്ദേഹം ഒരു കുടുംബാംഗത്തെ പോലെയാണ്. കാരണം എപ്പോൾ വേണേലും ഇവിടെ വരികയും ഞങ്ങൾ ആര് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻചാർജ് എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഡോക്ടർമാരോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോ ആരും വിളിച്ചില്ലെങ്കിൽ ഒരു സ്റ്റാഫ് വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും 100% അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്തു തരാൻ പറ്റുമോ അത് അദ്ദേഹം ചെയ്തു തരും. കാരണം അദ്ദേഹം ഈ ബ്ലഡ് ബാങ്കുമായിട്ട് ഇത്ര കോപ്പറേറ്റീവ് ആവുന്ന ഒരു കാര്യം 2004 ബ്ലഡ് ബാങ്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം ഈ പല കാര്യങ്ങൾക്കായിട്ട് പല ആശുപത്രികളിൽ അദ്ദേഹം ആൾക്കാരെ ഡോണർമാരെ എത്തിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരികയും അദ്ദേഹം ആൾക്കാരെ കണ്ടെത്തി അവിടെ എത്തിച്ചു കൊടുക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അത് രാത്രിയിലും പകലും ഒക്കെ ഇങ്ങരുടെ സ്പോർട്സിൻ്റെ പരിപാടിയൊന്നും പിന്നെ കടയോ ഉണ്ട്, ബിസിനസ്സുണ്ട്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോകാറുണ്ടായിരുന്നു. പക്ഷേ ബ്ലഡ് ബാങ്ക് തുടങ്ങി പിന്നെ IMA ബ്ലഡ് ബാങ്ക് ഇവിടെ വന്നേ പിന്നെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നു. കാരണം ഇവിടെ വന്ന് ബ്ലഡ് ചോദിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് നമുക്ക് ഇവിടുന്ന് ബ്ലഡ് കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ, പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ പിറ്റേ ദിവസം
ഒക്കെ ആളെ എത്തിച്ചാൽ മതി. അപ്പോൾ അതൊരു വലിയൊരു സേവനമാണ്. കാരണം രാത്രിയിൽ ഡോണറെ കൊണ്ട് പോകണ്ട, ബ്ലഡ് ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് കൊടുക്കും, പിറ്റേ ദിവസം ആളെ എത്തിക്കുക. അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അദ്ദേഹത്തിന് അതൊരു നേട്ടമായിരുന്നു. കാരണം രാത്രിയിൽ ഓടണ്ട, അങ്ങനെ ഒരു ബിസിനസ് ഇട്ടേച്ച് പോകണ്ട. പിന്നെ അതിനുശേഷം അദ്ദേഹം ബ്ലഡ് ബാങ്കുമായിട്ട് ഇന്ന് വരെ വളരെ കോപ്പറേറ്റീവായിട്ട് ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് ക്യാമ്പ് നടത്തുന്നതായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട്, ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യസ്നേഹിയാണ്, ഒരു ലാഭേച്ഛയില്ലാണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ബ്ലഡ് ബാങ്കിൽ ആരെങ്കിലും വിളിച്ച് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹം ആരാണ് രോഗിയെന്നോ രോഗിയുടെ ബൈസ്റ്റാൻഡർ ആരാണെന്നോ ഒന്നും കാണാൻ നിൽക്കാറില്ല. അദ്ദേഹം ആളെയും കൊണ്ട് വരും, അദ്ദേഹം വന്ന് കൊടുത്തിട്ട് പോകും. അല്ലെങ്കിൽ അദ്ദേഹം കടയിലാണെങ്കിൽ, അങ്ങനെ ബിസിനസ്സിലെ തിരക്കിലാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് ഡോണറെ കയറ്റി വിടും. ഓട്ടോ കൂലി അദ്ദേഹം കൊടുക്കും. എന്നിട്ട് ഇവിടെ വന്ന് ആ പിള്ളേർ ആരാണോ പറഞ്ഞു വിടുന്നത് അവർ വന്ന് ബ്ലഡ് കൊടുത്തിട്ട് അവർ തിരിച്ചു പോകും. അപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഏതാ രോഗിയെന്നോ രോഗിയുടെ ബൈസ്റ്റാൻഡർ ആരാണെന്നോ അന്വേഷിക്കാണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് വണ്ടിക്കൂലി ആണേലും ഇനി അത് എന്ത് ചിലവാണേലും മുടക്കിക്കൊണ്ട് ഡോണറെ ഇവിടെ എത്തിച്ച് ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹി, നല്ല നമുക്ക് പറയാൻ വളരെ അഭിമാനമുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല ഈ രംഗത്ത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വളരെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. ഈ രംഗത്തോട്ട് കടന്നു വരുന്നവരെ സഹായിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നതിനൊക്കെ അദ്ദേഹം മുൻപന്തിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു 2 പാർട്ട്, ഒന്ന് സ്പോർട്സ് ആണെങ്കിൽ മറ്റൊരു വശം എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷനാണ്, ബ്ലഡ് ബാങ്ക് ആണ്, ഡോണേഴ്സാണ്. അപ്പോൾ അദ്ദേഹം തികഞ്ഞ ഒരു നല്ല മനുഷ്യനാണ്. നിസ്വാർത്ഥമായ സേവനം, ഒന്നും പ്രതീക്ഷിക്കാണ്ട്, ഒരു ലാഭവും പ്രതീക്ഷിക്കാണ്ട് എല്ലാ മനുഷ്യരെയും, ഇന്ന മനുഷ്യനും ചോദിക്കാണ്ട് ഏത് മനുഷ്യരെയും സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടേക്കുന്ന ചുരുക്കം അങ്ങനെ ഉള്ള ഒരാളിൽ ഒരു പ്രധാന ആളായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഇന്നും അദ്ദേഹത്തോട് IML ബാങ്കിൻ്റെ ഇൻചാർജ് എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാനൊരു പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ആദിവാസി മേഖലയിലുള്ള കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടിയും സലിംകുട്ടി ചെയ്ത സേവനങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. ആദിവാസി മേഖലകളിലെ കഴിവുള്ള കുട്ടികളെ തികച്ചും സൗജന്യമായി പ്രാക്ടീസ് നൽകാനും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തന്നാലാവും വിധം പരിഹാരം കാണുന്നതിനും സലിംകുട്ടി മടി കാണിക്കുന്നില്ല. നമസ്കാരം. ഞാൻ ഇടുക്കി ജില്ലയിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മെമ്പറാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് അനിൽ. കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ഞാൻ കുട്ടികളുടെ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. നമ്മുടെ സോക്കർ സ്കൂളിലെ സലിംകുട്ടി, എനിക്ക് ഒരു 30-35 വർഷമായിട്ട് അദ്ദേഹമായിട്ട് നേരിട്ട് പരിചയമുണ്ട്. അദ്ദേഹം തൊടുപുഴയിൽ വെങ്ങല്ലൂരിൽ ഒരു സോക്കർ സ്കൂൾ എന്നുള്ള രീതിയിൽ ഫുട്ബോൾ പരിശീലനം നടത്തി വരുന്ന സ്കൂൾ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, കുട്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ മാനസികവുമായ ശാരീരികവുമായ വളർച്ചയ്ക്ക് അവരുടെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരു 15 വർഷത്തോളമായിട്ട് അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്ത് അറിയാവുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ തന്നെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലുണ്ടായിരുന്ന സമയത്തും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലുണ്ടായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ വരുന്ന പ്രശ്നങ്ങൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിലും വീട്ടിലെ മറ്റ് പ്രശ്നങ്ങളിലൊക്കെ പെടുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിലും താമസിപ്പിച്ച് അവർക്ക് വേണ്ട ഒരു പരിശീലനവും ഇതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ആളാണ് സലിംകുട്ടി. വേണ്ടി വന്നു കഴിഞ്ഞാൽ വെക്കേഷൻ കാലത്ത് മാത്രം അവിടെ കുട്ടികളെ താമസിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാതെ സാധാ ദിവസങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും കോച്ചിങ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ ഞങ്ങളുടെ ഇവിടേക്ക് വരുന്ന കുട്ടികളെ ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ടെൻഷൻ ഇല്ലാതെ ഒരു വളരെ ഫ്രീ ആയിട്ട് പങ്കെടുക്കുന്നതിനും അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനും മാനസികമായ ഒരു ഉല്ലാസത്തിനൊക്കെ നേരിടുന്നതിനുമൊക്കെ വളരെ നല്ല ഒരു ചിട്ടയോടുകൂടിയ ഒരു പ്രവർത്തനം നടത്തി വരുന്ന ഒരാളാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയും സലിംകുട്ടി നടത്തിയ സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അവരെ സ്പോർട്സിലേക്ക് കൈപിടിച്ചുയർത്തുക മാത്രമല്ല, അവരുടെ എല്ലാ പ്രശ്നങ്ങളും
സ്നേഹമുള്ള പിതാവിനെ പോലെ ഉത്തരമാകാൻ ഈ മനുഷ്യന് കഴിഞ്ഞു. എൻ്റെ പേര് സിസ്റ്റർ ഹണീവി ഫ്രാൻസിസ്. ഞാൻ തൊടുപുഴ പ്രതീക്ഷ ഫൺ സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഇവിടെ 180 കുട്ടികളും 46 സ്റ്റാഫ് അംഗങ്ങളുമാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ വിവിധ കാറ്റഗറിയിലുള്ള സ്പെഷ്യൽ കുട്ടികളാണ് ഉള്ളത്. മെൻ്റലി ചലഞ്ചഡ്, ഓട്ടിസം, ഡൗൺ സിൻഡ്രം, സെറിബ്രൽ പാൾസി, ഹൈപ്പർ ആക്ടിവിറ്റി, ഇങ്ങനെ തുടങ്ങിയ 180 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളത്. നമ്മുടെ സ്കൂളുമായിട്ട് സലിംകുട്ടിച്ചേട്ടൻ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. സലിംകുട്ടിച്ചേട്ടനില്ലാത്ത ഒരു പരിപാടി നമ്മുടെ സ്കൂളിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് പറയാം. ഈ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കരുതുകയും സ്നേഹിക്കുകയും ഈ കുഞ്ഞുങ്ങളുടെ ഏതൊരാവശ്യത്തിലും ഓടിയെത്തുകയും ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. ജാതി മത ഭേദമെന്ന് എല്ലാവർക്കും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന നല്ല ഒരു വ്യക്തി. സലിംകുട്ടിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ നല്ല ഗുണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. നമ്മുടെ കുട്ടികളെ ഇന്റർനാഷണൽ ലെവലിൽ വരെ എത്തിക്കുവാൻ സലിംകുട്ടിക്കയുടെ സേവനം നമ്മുടെ സ്കൂളിന് ഒത്തിരി ഉപകാരമായിരുന്നു. സ്പോർട്സ് രംഗത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ ട്രെയിനിങ്ങുകളും എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓടിയെത്തി സ്വയം മറന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുവാൻ സലിംകുട്ടിക്ക ഒത്തിരിയേറെ പ്രയത്നിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു പറയുന്നത് ജീവിക്കുകയും ജീവിക്കുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് സലിംകുട്ടിക്ക. എവിടെ നമ്മൾക്ക് ആവശ്യമുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എവിടെ നീതി ലഭിക്കണമോ അതിനു വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കും. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെ പ്രതീക്ഷാ ഭവനിൽ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടെങ്കിൽ സലിംകുട്ടിക്ക ഇല്ലാതെ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ, അതായത് നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങൾക്ക് സലിംകുട്ടിക്കയുടെ സാന്നിധ്യം ഒത്തിരിയേറെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ഓടി വന്ന് ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്, കുഞ്ഞുങ്ങളെ ഏതൊരാവശ്യത്തിലും മത്സരത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ, അതിലുപരി കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യത്തിലും അവരോടൊപ്പമായിരിക്കാനായിട്ട്, അവരെ സ്നേഹിക്കുവാനായിട്ട്, അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് സലിംകുട്ടിക്ക കാണിക്കുന്ന നല്ല മനസ്സ് എപ്പോഴും ഞങ്ങൾ അധ്യാപകരും എല്ലാവരും നന്ദി നിറഞ്ഞ മനസ്സോടു കൂടി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു പ്രതിഫലം നിശ്ചയിച്ചിട്ടില്ല. ഒരിക്കലും ഒരു ക്യാമറയുടെ മുന്നിൽ സലിംകുട്ടിക്ക പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സ്വയം ചെയ്യുന്ന നന്മകളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. നിസ്വാർത്ഥ സേവനം എന്നത് അടിവരയിട്ട് പറയാൻ സാധിക്കും. അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സലിംകുട്ടിക്ക. തൊടുപുഴയുടെ മാത്രമല്ല, ലോകത്തിലെവിടെയുമുള്ള നിസ്സഹായരായ മനുഷ്യർക്ക് ഉത്തരമാകുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ് ഈ മനുഷ്യൻ. കളിക്കളത്തിൽ കാലുകൊണ്ട് പന്ത് തട്ടാൻ ഏറെ കൊതിച്ച ഈ മനുഷ്യൻ ഇന്ന് തൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹത്തിൻ്റെ പന്ത് തട്ടി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്നു. സങ്കടപ്പെടുന്ന മനുഷ്യർക്കും ജീവിതം കൈവിട്ടു പോകുന്നവർക്കും പ്രതിസന്ധികളിൽ തകർന്നു നിൽക്കുന്ന മനുഷ്യർക്കും ഉത്തരമായും കൈത്താങ്ങായും സ്വന്തം ജീവിതം പോലും നോക്കാതെ ഓടി നടക്കുന്ന ഒരു നല്ല സമരക്കാരൻ. പ്രിയമുള്ളവരെ, സലിംകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തൊടുപുഴയുടെ സമഗ്രമായ വികസനത്തിൻ്റെ ഏത് വഴികളിൽ ചെന്ന് നോക്കിയാലും അദൃശ്യനായിട്ട് നമുക്ക് സലിംകുട്ടിയെ കാണാൻ പറ്റും. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനെ സംബന്ധിച്ച്, ദിവ്യരക്ഷാലയത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ എന്ത് കാര്യങ്ങളിലും ഏത് കാര്യം ഏത് പാതിരാത്രിക്ക് പറഞ്ഞാലും ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വേണ്ടി വളരെ പോസിറ്റീവായിട്ട് ഇടപെടാൻ എപ്പോഴും സലിംകുട്ടിയണ്ണൻ കൂടെയുണ്ട്. ഞാനൊരിക്കലൊരു ഉദാഹരണം പറഞ്ഞാൽ, മൂവാറ്റുപുഴയിൽ നിന്ന് ഒരാൾ ഞങ്ങൾക്ക് ഒരു മധ്യാഹ്നത്തിലെ ഭക്ഷണം, ലഞ്ച് ഞങ്ങൾക്ക് അദ്ദേഹം ഓഫർ ചെയ്തു. ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഫാദറിൻ്റെ ഓർമ്മ ദിവസമാണ്, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മലബാർ ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വരും എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. സമയം 1 മണിയായി കഴിഞ്ഞപ്പോഴും ഈ ഭക്ഷണം വരാതെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് മലബാർ ഹോട്ടലിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഓർഡറേ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിഷമിച്ചു. ഈ ഭക്ഷണം ഓഫർ ചെയ്ത ആളുടെ ഫോണിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. കുഞ്ഞുങ്ങൾ 180 പേര് ഉച്ച സമയത്ത്. പിന്നെ ഞങ്ങൾ ഭക്ഷണം മേടിക്കാൻ പോകണമെങ്കിൽ ഒത്തിരി എമൗണ്ട് ആവും. ഭക്ഷണം ഉണ്ടാക്കാൻ പോകണമെങ്കിൽ വീണ്ടും 1.5-2 മണിക്കൂർ എടുക്കും.
പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ രൂപം സലിംകുട്ടി അണ്ണനാണ്. ഞാൻ ഫോൺ എടുത്ത് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്തോ കാര്യത്തിൽ വളരെ ബിസിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ജെന്യൂനായിട്ടുള്ള ഈ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ഇത് ആരോ നമുക്കിട്ട് പണി ചെയ്തതെന്നൊക്കെ ചോദിച്ച് പുള്ളി എന്നാ പെട്ടെന്ന് അദ്ദേഹം എക്സൈറ്റഡ് ആയി. കാരണം ഉച്ചയ്ക്ക് 100-150 കുഞ്ഞുങ്ങൾ പട്ടിണി ആകുന്നത് കാണുമ്പോൾ ഏതൊരു മനുഷ്യനുണ്ടാകാവുന്ന ഒരു സ്വാഭാവികമായ ഒരു പ്രതികരണം. അതിനുശേഷം ഇൻസ്റ്റന്റ് ആക്ടിങ് ആണ്. അദ്ദേഹം ജോഷി ഞാനിപ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി വിട്ടോളൂ, നമ്മുടെ ഷെറോൺ കൾച്ചറൽ സെൻറ്ററിൽ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു, അവിടെ ഒരു ചെമ്പ് പൊട്ടിക്കാത്ത ബിരിയാണി ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് പോയി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ കണ്ണുനീര് വന്നുപോയി. നമ്മുടെ ഈ എന്താ പറയുക, എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല നിൽക്കുന്ന സമയത്ത് ഒരു ഉത്തരമായിട്ട് വരുന്ന ഒരാളാണ് സലിംകുട്ടിയാണ്. ഇങ്ങനെ 100 അനുഭവങ്ങൾ പറയാറുണ്ട് എനിക്ക്. ഇപ്പം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കായികപരമായ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മറഞ്ചേരി ഫൗണ്ടേഷനിലെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേക മമതയും സ്നേഹവും എപ്പോഴും അദ്ദേഹം കാണിക്കാറുണ്ട്. ഇവിടുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിൽ സോക്കർ സ്കൂളിൽ കൊണ്ടുപോയി കൃത്യമായി എല്ലാ സാറ്റർഡേ ആൻഡ് സൺഡേ അവർക്ക് കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കാനും അവർക്കൊരു ദിശാബോധം ജീവിതത്തിൽ കൊടുക്കാനും ഒക്കെ അദ്ദേഹം കാണിക്കുന്ന ഉത്സാഹം, ഇറ്റ്സ് സംതിങ് റിയലി കമൻഡബിൾ. അതുകൊണ്ട് ആർദ്രമായ, ആഴമായ, ജെനുവിനായ സ്നേഹം പകർന്നു തരുന്ന സലിംകുട്ടിയണ്ണൻ ഈസ് എ മാൻ ഓഫ് ക്ലാസ്, ക്വാളിറ്റി ആൻഡ് ക്യാരക്ടർ. സലിംകുട്ടിക്ക നമസ്കാരം. നമസ്കാരം. ഈ സലിംകുട്ടിക്കയെ എന്നെ ഒരു പക്ഷേ അറിഞ്ഞിട്ടുള്ളത് വളരെ ചുരുങ്ങിയ നാളിലാണ്. അതിനു മുമ്പ് എന്നെ അറിയാൻ വഴി കുറവാണ്. ഞാൻ സലിംകുട്ടിക്കയെ അറിയുന്നത് ഏകദേശം ഒരു 10-12 വർഷത്തിന് മേലെ എനിക്ക് സലിംകുട്ടിക്കയെ അറിയാം. കാരണം ഈ സലിംകുട്ടിക്ക തൊടുപുഴയുള്ള ഒട്ടുമിക്ക ചാരിറ്റി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ഞാൻ സലിംകുട്ടിക്കയെ ആദ്യം കാണുന്നത് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ വെച്ചിട്ടാണ്. അവിടെ ഈ കുട്ടികളെ വളരെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മദർ ആൻഡ് ചൈൽഡിൽ വരുമായിരുന്നു. അങ്ങനെ ഈ മദർ ആൻഡ് ചൈൽഡിൽ വന്ന് പഠിപ്പിക്കുന്ന ഒരു ദിവസം അങ്ങ് കുട്ടികളോട് പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്, എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ബോൾ നിങ്ങൾ നിയന്ത്രിക്കുക എന്നൊരു ചോദ്യം ഞാൻ എന്നോട് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം അതാണ്. പല വേദികളിലും സംസാരിച്ചിട്ടുള്ള ഒരു വാചകവും അതാണ്. അതുകൊണ്ട് സലിംകുട്ടിക്ക എന്നെയും കൂടെ തിരുത്തിയ ആളാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സലിംകുട്ടിക്ക ഇവിടെ തൊടുപുഴ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സോക്കർ സ്കൂളിനെ കുറിച്ച് ഫസ്റ്റിലെ അങ്ങയുടെ മേഖലയാണ് ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ സോക്കർ സ്കൂൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് തുടങ്ങാനുണ്ടായ കാരണം എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്ന് സംസാരിച്ചു തുടങ്ങാം. സോക്കർ സ്കൂൾ തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ തൊടുപുഴയിലെ ഗ്രൗണ്ട്, സർക്കാർ സംവിധാനത്തിൽ ഗ്രൗണ്ട് ഇല്ലാത്തൊരു സ്ഥലമാണ് തൊടുപുഴ. ഇനി ഉണ്ടാവുകയില്ല, അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല. നമുക്ക് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ അങ്ങനത്തെ പൊതു സ്ഥലങ്ങളില്ല. സർക്കാരിൻ്റെ റവന്യൂ പുറമ്പോക്കോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലങ്ങളൊന്നും തൊടുപുഴയിൽ ഗ്രൗണ്ടിന് പറ്റിയ സ്ഥലങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പർച്ചേസ് ചെയ്യാൻ മുനിസിപ്പാലിറ്റിയെ പോലുള്ള സ്ഥലത്തിന് സാധിക്കുകയില്ല. അതിനുള്ള ഫണ്ടുള്ള മുനിസിപ്പാലിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഒരു പൊതു സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ പറ്റുമെന്നും എനിക്ക് മനസ്സിലായി. കാരണം ന്യൂമാൻ കോളേജ്, ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ, സെൻറ്റ് ജോർജ് മുതലപ്പുറം, ഈ 3 ഗ്രൗണ്ടുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ 35 വർഷത്തെ പരിശീലന സംവിധാനങ്ങളെല്ലാം ചെയ്തത്. എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു തരുന്നു. പക്ഷെ ഓരോ വർഷം കഴിയുമ്പോഴും അവിടെയെല്ലാം പലവിധ പ്രശ്നങ്ങളും അവിടെയൊക്കെ അത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് കുട്ടികൾ പ്രാക്ടീസിന് എത്തുമ്പോൾ അവിടെ വരുമ്പോൾ ഇന്ന് കളിക്കണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന ചെറുതല്ല. അതുപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഗോളടിക്കുന്ന കുട്ടി ശരിക്കും അവനെ എൻജോയ് ചെയ്യും. അപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിക്കും, അവിടെ വച്ചെടുക്കരുതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുമോ? ഗോളടിക്കുന്ന കുട്ടി അവൻ മാക്സിമം അവൻ്റെ കംപ്ലീറ്റ് പ്രശ്നം വെളിയിൽ വരും. സ്വാഭാവികമായിട്ട് ആ ഒരു സ്ഥാപനത്തിന് അസ്വസ്ഥതയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് സ്വന്തമായിട്ടിത് ഒരു ഗ്രൗണ്ട് വാങ്ങണമെന്നായിരുന്നു. അതിൻ്റെ കാരണം എല്ലാവരും അമ്പലവും പള്ളിയൊക്കെയാണ് പണിയുന്നത്. അതാത് മത്സരം മാത്രമേ പോകത്തുള്ളൂ.
ചെറുപ്രായത്തിൽ ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു ദേവാലയം പോലത്തെ സ്ഥലമാണ് സ്പോർട്സ് ഗ്രൗണ്ട്. അത് ആർക്കും അത് മനസ്സിലായിട്ടില്ല. കാരണം ചെറുപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സ്പേസിൽ കുട്ടികൾ വന്നാൽ ഒരിക്കലും അവരൊരു വർഗീയവാദികളെ എങ്കിലും ആകാതിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയം. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ ഈ പരിപാടിയെ തന്നെ നിർത്തി പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് 2017 ഇങ്ങനൊരു ഈ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇനി ഞാൻ കാണാത്ത സ്ഥലങ്ങളില്ല ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ആരും ഇത് സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു ഭയമാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഓണർ എപ്പോൾ ചോദിച്ചാലും നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ പാകത്തന്നെ നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ എല്ലാ മനുഷ്യനും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ജാതിമത ഭേദമന്യേ ഒരുമിച്ച് കൂട്ടാൻ പറ്റും. അവർ കളിക്കാൻ ഇഷ്ടപ്പെടും ചെറുപ്രായത്തിലെ തന്നെ. അപ്പോൾ കളി വഴിയാണെങ്കിൽ അവർ ആത്മീയതയും അവർ വിദ്യാഭ്യാസം അവർ പേഴ്സണാലിറ്റി അവർ മറ്റുള്ളവരുടെ കമ്മിറ്റ്മെൻറ്റ് എല്ലാം അതിൻ്റെ അകത്തുണ്ട്. കാരണം എന്താണെന്നറിയാം, ഒരാൾ കളിക്കുന്ന സമയത്ത് ഒരു ചേട്ടനനിയാണെങ്കിൽ പോലും ഏറ്റവും നല്ലൊരു കളിക്കാരനെ വിളിക്കുള്ളൂ. അനിയനെ ചേട്ടനെ വിളിക്കുകയുമില്ല. ഏറ്റവും നല്ല കളിക്കാരനെ അവർ വിളിക്കും. 2 ടീം ഇടാൻ പറഞ്ഞാൽ ഏറ്റവും നല്ല സ്പേസിൽ നിൽക്കുന്ന ആൾക്ക് അവർ പാസ് കൊടുക്കും. ഏറ്റവും നല്ല സ്പേസിൽ എല്ലാം അർഹതപ്പെട്ട ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്ക് പാസ് കൊടുക്കും. ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ളതാണ് നോക്കണേ, അല്ലേ? അതൊരു ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ, ഫുട്ബോൾ കളിയല്ല. അപ്പോൾ ഞാനിത് ഫുട്ബോളിനെ മറ്റുള്ളവർ കണ്ട പോലെ കണ്ട ആളാണ്. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ അതിൻ്റെ അകത്ത് പ്രൊഫഷണലായിട്ട് പോകാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്കുണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ വിടാനും നമുക്ക് കോണ്ടാക്ട്സും ബന്ധമുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിൽ പറഞ്ഞു. അല്ല ഞാൻ അതിൻ്റെ പുറകെ അങ്ങനെ. അതുപോലെ തന്നെ ഈ മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇവർക്കൊരു മോചനം കൂടെ ആയിരിക്കും, അല്ലേ? കാരണം അവർക്ക് ഒരു പാഷനായിട്ട് തീരുവാണല്ലോ. സംസ്ഥാന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ട്രൈബൽ മേഖലയിൽ അടിമാലിൽ എറണാകുളത്തൊക്കെ അവരുടെ പ്രൊജക്റ്റൊക്കെ നമ്മൾ വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രഷർ കൂടിയ ആളുകൾ ഇത്തരം ദുർമാർഗങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെയൊക്കെ നമുക്ക് ഈ കളി വഴി നേരായ മാർഗത്തിലേക്ക് നല്ല ഒരു മനുഷ്യനാക്കി മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾ. അതുകൊണ്ടാണ് ഞാനിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അല്ലാണ്ട് എല്ലാവരും കളിച്ചാൽ 100 പേര് കളിച്ചാൽ ഒരാൾക്കേ പറ്റുള്ളൂ. 100 പേര് പഠിച്ചാൽ 100 പേർക്കും ജയിക്കാം. അപ്പോൾ കളിയിലുപരിയായിട്ട് അതിൻ്റെ അകത്തൊരു അവരുടെ അച്ചടക്കം, അവരുടെ സ്വഭാവം, മറ്റുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ പ്രതിബദ്ധതയൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ വികസിപ്പിച്ചെടുക്കുന്നതിൽ നമ്മൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രസംഗിച്ച് ഒരാളെ മാറ്റാൻ പറ്റില്ല. പക്ഷെ കളിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിയുടെ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഭയങ്കരമാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ വേറെ ഒന്നുമായിട്ട് കാണുന്നുമില്ല. എനിക്ക് തോന്നുന്നു സലിം കുട്ടിക്കയുടെ ബ്ലഡ് ഈ പറയുന്ന പോലെ നാനാജാതി മതസ്ഥരുടെ സിരകളിൽ ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് സലിം കുട്ടിക്കയുടെ കീഴിലുണ്ട് ഈ ബ്ലഡ് ദാനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എങ്ങനെ അങ്ങനെ ഒരു മേഖലയെ പറ്റി ചിന്തിച്ചു? അതല്ലെങ്കിൽ ഈ ഫുട്ബോളും ഈ ബ്ലഡ് ഡൊണേഷനൊക്കെ ഇങ്ങനെ ഒരുപോലെ കൊണ്ടുപോകാൻ പ്രചോദനമായിട്ട് നിന്നതെന്താണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനവും കൂടെ തുടങ്ങി വെക്കാൻ കാരണം എന്താണ്? തുടങ്ങി വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങൾ സഹോദരി ആദ്യത്തെ ഡെലിവറി ഉണ്ടാകുന്ന സമയത്ത് ബ്ലീഡിങ് ആയി, മുതലക്കുട ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ അന്നൊന്നും ഇതുപോലെ മൊബൈൽ ഫോണുകളൊന്നുമില്ല, രാത്രി വീട്ടിലേക്ക് വിളിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ അന്ന് ബ്ലീഡിങ് ആയിട്ട് O-നെഗറ്റീവ് ആക്കട്ടെ ബ്ലഡ്. അപ്പോൾ അലൗൺസ് ചെയ്തു മുതലക്കുട ഹോസ്പിറ്റലിൽ, മൈക്കിലൂടെ അലൗൺസ് ചെയ്തിട്ട് O-നെഗറ്റീവ് ബ്ലഡ് ഉള്ളവർ അത്യാസന്നമായിട്ടൊരു രോഗി കിടക്കുക, എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ കൊടുക്കാമെന്ന് പറഞ്ഞു അലൗൺസ് ചെയ്തു. ഈ അലൗൺസ് കേട്ടിട്ട് ആരോ 2 പേര്, എനിക്കറിയത്തില്ല, പലപ്പോഴും ഞാൻ അന്വേഷിച്ച് പോയെങ്കിലും ആളെ കിട്ടിയില്ല. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലൊരു പുതിയ വഴിത്തിരിവായി. അപ്പോൾ ക്ലബിൻ്റെ ആ ലിസ്റ്റും കൂടെ എൻ്റെ കയ്യിൽ വന്നപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന ആളുകളുടെ മക്കളോ ചേട്ടന്മാരോ അനിയന്മാരോ അവരുമായിട്ട് ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ നമുക്കും തിരിച്ചു തന്നു തുടങ്ങി ഗ്രൂപ്പ്. അങ്ങനെ 1000-ഓളം ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു 1000-ഓളം ആളുകളുടെ ലിസ്റ്റ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ഫോണിൽ A പോസിറ്റീവ് B പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇട്ടേക്കണേ. കാരണം തരംതിരിച്ചാണ് ഇട്ടേക്കുന്നത്. ഇത് അങ്ങനെ ഇട്ടേക്കണേ. കാരണം പെട്ടെന്ന് വിളിക്കാൻ ഏറ്റവും എളുപ്പമാണ്. O-നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല കൂട്ടുകാരുടെയും പേരിട്ടേക്കും. എപ്പോൾ വിളിച്ചാലും അവരെല്ലാം വന്ന് കൊടുക്കുകയും ചെയ്യും. അവർക്കും പ്രത്യേകിച്ച് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നല്ല എന്തെങ്കിലും മനസ്സാക്ഷിയുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പിന്നെ ഈ പേഷ്യൻ്റെ ആളുകളെ കാണാൻ പോലും നിൽക്കാറില്ല. നമ്മൾ അവർ വിളിച്ച് പറഞ്ഞ ഇത് അവിടെ കൊണ്ടേ കൊടുക്കും. പിന്നെ നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പോലും പോകാറില്ല. അതുപോലെ മറ്റൊരു കാര്യം സലിം കുട്ടിക്കയെ ശ്രദ്ധിച്ചത്, ഈ സലിം കുട്ടിക്കയെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഒരു മീഡിയയുടെ ഫ്രണ്ടിലേക്ക് വരുന്നതോ അതല്ലെങ്കിൽ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുമ്പോൾ 4 പേര് കാണാൻ കണക്കെ ചുറ്റും ക്യാമറയുമായിട്ട് നടക്കുന്ന രീതികളോ ഇല്ല.
ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം സലിംകുട്ടിക്കായുടെ കൈ ചെല്ലാത്ത ഇടങ്ങളുമില്ല. അതിലൊരിടത്തും ഈ പറയുന്ന സലിംകുട്ടിക്കായുടെ പേര് ഒരു മൈക്കിൽ അനൗൺസ് ചെയ്യുന്നതോ ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ് അങ്ങയുടേത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മീഡിയയിലേക്ക് ഒരു എന്താ പറയുക, ഒരു അതിപ്രസരം ഉണ്ടാക്കാനായിട്ട് ഇത്രയും സൗകര്യങ്ങളുള്ള അങ്ങ് അതിനൊന്നും ശ്രമിക്കാതിരുന്നത്, അതല്ലെങ്കിൽ പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പൊയ്ക്കൊണ്ടിരുന്നത് എന്നും കൂടെ ഒരു ചോദ്യം. ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് ചെല്ലുക, ആയിരക്കണക്കിന് ആളുകൾ കാണും. ഈ കൈയടിക്കണവർ തന്നെ നാളെ കൂവുകയും ചെയ്യും. അത് ഓരോരുത്തർക്ക് പല താല്പര്യങ്ങളല്ലേ. നമ്മുടെ സർവീസ് കിട്ടിയ ആളുകൾക്ക് പോലും ഈ കിട്ടിയതിൻ്റെ മഹത്വം അറിയത്തില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, നമ്മൾ ചെയ്ത് നമ്മുടെ കർമ്മം ചെയ്ത് നമ്മൾ അടുത്ത വഴിക്ക് പോയിക്കോളാം. അപ്പോൾ നമ്മൾ നിസ്വാർത്ഥമായിട്ട് ഒളിഞ്ഞിരുന്ന് ചെയ്ത കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയത്ത് നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സിൽ ചെയ്യാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കൂടുതൽ അറിയും തോറും നമുക്ക് കൂടുതൽ പ്രശ്നവും കുഴപ്പങ്ങളും വരും. ഏതോ മറ്റൊരു ജെന്യൂനായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാം. ഏതോ കിട്ടാതെ ഒന്നും ഒരിടത്തും ഇല്ല. അപ്പോൾ നമ്മൾ വിളിച്ചു, അപ്പോൾ നമ്മൾ സുഹൃത്ത് വിളിച്ച് പിന്നെ എ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാതെ പോയി കൊടുത്തിട്ട് പോവാം. നമ്മളിത് പബ്ലിസിറ്റി ചെയ്ത് അങ്ങനെ ഒരാൾക്കും ഒരു സർവീസും സമൂഹത്തിൽ കൊടുക്കാൻ സാധിക്കില്ല. ഏതോ നമ്മളിത് ചെയ്യാമെന്ന് പബ്ലിസിറ്റി ചെയ്ത് ഒരാൾക്കും ഒരു സാമൂഹ്യ സേവനവും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇത് ചെയ്തെങ്കിലും എനിക്ക് അതിൻ്റെ അകത്ത് വളരെ സന്തോഷമാണ്. കിട്ടിയവർക്ക് പലർക്കും ഇത് അറിയത്തില്ല. ഈ കിട്ടിയവർ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ മാത്രം മതിയായിരുന്നു നമ്മുടെ നാട്ടിലെ ബ്ലഡിൻ്റെ പ്രശ്നം ഈസി ആയിട്ട് നടന്നേനെ. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ ഈ ബ്ലഡ് ഡെങ്കിപ്പനിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം 100ഓളം ബ്ലഡ് വേണ്ട ദിവസങ്ങളുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങി കുളിക്കുക പോലും ചെയ്യാറില്ല, വീട്ടിലും കടയിലും കയറാറില്ല. ബ്ലഡ് ബാങ്കിൽ പോയിരുന്ന് തച്ചിനിരുന്ന് വിളിക്കാം. അപ്പോൾ ബ്ലഡ് ബാങ്ക് എല്ലാ സൗകര്യവും സഹായവും നമുക്ക് ചെയ്തു തന്നു. ഒരു നമ്മുടെ കുടുംബം പോലത്തെ ഒരു ഫീൽ അവിടെയും. അപ്പോൾ ആ ഡോക്ടർമാർ, അവിടുത്തെ ജയൻ സാറ്, അവിടുത്തെ ഡോക്ടർമാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. സോണി സാർ, രാജി സാറ്, ജേക്കബ് സാർ, അങ്ങനെ കുറേ, ഇമ്മാനുവൽ സാറ്, ജയപ്രകാശ്, അങ്ങനെ അവരൊക്കെ എല്ലാ സപ്പോർട്ടും. ഒരു ഓപ്പറേഷന് കയറുന്ന സമയത്ത് അവർക്ക് ബ്ലഡ് ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങരുത്, ഫോൺ വെച്ചിട്ട് കിടക്കണം, 3 ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഇമ്മാനുവൽ സാർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരു ഡെലിവറി കേസ് വന്നിട്ട് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ രാത്രി എ നെഗറ്റീവാണ്, ഇവിടെ ടൗണിൽ കച്ചവടം ചെയ്യുന്ന ജോലിക്ക് ചെയ്യുന്ന ഒരാളുടെ ഉടുമ്പന്നൂരുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു 3 പേരെ അറേഞ്ച് ചെയ്ത് എപ്പോൾ വേണേൽ കൊടുക്കാൻ പാകത്തിന് നിർത്തണം എന്ന് പറഞ്ഞു. ഞാൻ രാത്രി ആ രോഗിനെ രക്ഷപ്പെടുത്തി അദ്ദേഹം. ഞാൻ പറഞ്ഞേ. അപ്പോൾ അതുപോലെ എൻ്റെ തലയ്ക്ക് സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ കിടക്കണ ഫോൺ. കാരണം ഒറ്റയടിക്ക് ഞാൻ ഫോൺ എടുക്കും രാത്രി. പകൽ ചിലപ്പോഴൊക്കെ പല കാര്യങ്ങൾ കാരണം ചിലപ്പോൾ എടുത്തൊന്നും അറിയില്ല. പക്ഷെ രാത്രി ഒറ്റയടിക്ക് ഞാൻ ആ ഫോൺ എടുക്കും. അപ്പോൾ അങ്ങനെ ഡോക്ടർമാരും IMA ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം 10-30 വർഷമായിട്ട് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആപത്ത് ഘട്ടത്തിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ്. ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെ അവരും എന്നെ കണ്ടേക്കണേ, ഞാൻ തിരിച്ചു അങ്ങനെ. അതിന് വിരുദ്ധമായിട്ട് അതിൽ നിന്നൊന്നും മറ്റൊരാളുടെ ഒന്നും പ്രതീക്ഷിക്കാതിരുന്ന ഒരു പ്രശ്നമില്ലെന്നേ. അപ്പോൾ ഇത്രയും തിരക്കും ഈ കുടുംബജീവിതവും കൂടെ എങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നൊരു ചോദ്യം. അത് വലിയൊരു ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബവും എൻ്റെ വാപ്പ, ഉമ്മ, ഭാര്യ, അവർ ശരിക്കും എൻ്റെ ഒരു മൈൻഡ് സെറ്റിന് അനുസരണമായിട്ട് അറിയാതെ ആയതാണ്. അവർക്കൊക്കെ അതിൻ്റേതൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അവരാരും അത് നേരിട്ട് എന്നോട് പ്രകടിപ്പിക്കാറില്ല. കാരണം എൻ്റെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിന്ന് അവർക്ക് നേരത്തെ തന്നെ മനസ്സിലായതുകൊണ്ട്. എൻ്റെ വാപ്പയോ ഉമ്മ മരിച്ചു പോയെങ്കിലും അവർക്കുള്ള ആശങ്കയായിരുന്നു അത്. എൻ്റെ ഒരു പോക്ക് ശരിക്കും ഒരു പേരൻ്റ് എന്ന നിലയിൽ അവർ നല്ല ആശങ്കയായിരുന്നു ഒരു കാലത്ത്. പക്ഷേ എന്നാൽ ഉമ്മ മരിക്കുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്നോടുള്ള ആ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് നഖം പോയ കേസിന് വിളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തല പോയ കേസ് ഇരിക്കുമായിരിക്കും. നമ്മുടെ മൈൻഡ് സെറ്റിനുണ്ടാകുന്ന പ്രശ്നം, നമ്മൾ മറ്റുള്ള ഒത്തിരി പ്രശ്നങ്ങളിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പലപ്പോഴും എന്നെ അലട്ടിയിട്ടില്ല. അത് പിള്ളേർ സ്കൂളിലൊക്കെ ഡീപോൾ സ്കൂളിലാണ് പിള്ളേരെല്ലാവരും 3 പേരും പഠിച്ചത്. PTA മീറ്റിങ്ങിന് പോലും പോകാൻ ഞാൻ സമയം കണ്ടെത്തിയിട്ടില്ല. എൻ്റെ ഭാര്യ അതെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ വിഷമങ്ങളും മറ്റുള്ളവർക്ക്, നമ്മൾ നാട്ടുകാർ പിള്ളേരെ പുറം നടക്കുമ്പോൾ സ്വന്തം പിള്ളേരുടെ പല കാര്യങ്ങളും പലപ്പോഴും മുടങ്ങിയിട്ടുണ്ടെന്നാൽ അവരെ മക്കളും അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ.
പൈസയ്ക്ക് വേണ്ടി ഫസ്റ്റ് പൈസയായിട്ട് ഞാൻ ഇന്ന് വരെ ഒന്നിനെ കണ്ടിട്ടില്ല. സെക്കൻഡറി എപ്പോഴും ഞാൻ പൈസയെ കണ്ടിട്ടുള്ളൂ. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബിസിനസ്സുകളൊന്നും ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നല്ല രീതിയിലാണ് ഞാൻ കച്ചവടം മാത്രം ഫോക്കസ് ചെയ്ത ഞാനൊരു നല്ല കച്ചവടക്കാരനാണുള്ള ശേഷി എനിക്കുണ്ട്. തീർച്ചയായിട്ടും അതറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ഹോട്ടലാണ് മങ്ങാട്ടുകവലയുള്ള അതെ മുകൾ ഹോട്ടൽ. ഞാൻ പലതവണ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഹോട്ടലാണ്. അത് കഴിഞ്ഞിട്ട് എത്രയോ ഹോട്ടലുകൾ ആരംഭിച്ച് എത്രയോ ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അക്കാര്യത്തിലൊരു പ്രാവീണ്യമുള്ള ആണ് തന്നെ എന്ന് പറയാം. അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാനത് എൻ്റെ ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ വലിയൊരു ഞാൻ പറഞ്ഞില്ല നേരത്തെ, സെക്കൻഡറി ആയിട്ട് ഞാൻ ഇതിനെ എല്ലാം കണ്ടിട്ടുള്ളൂ. ഞാനൊരു ഒത്തിരി കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രോക്കർ വശം പോലും മനസ്സിലില്ല ഒരാളോടും. ഒരു 100 രൂപ പോലും അതൊന്നും എന്നെ ഒരു രീതിയിൽ സ്വാധീനിച്ചിട്ടില്ല. അതാ ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ ഒരു രീതിയിൽ അതൊന്നും ഒരു സ്വാധീനിച്ചിട്ടില്ല. അപ്പോൾ തൊഴിൽ പട്ടണത്തിൽ ചന്തക്കകത്ത് ജനിച്ചാളാണ് ഞാൻ. ഇതെല്ലാം കണ്ടു. ഇവിടുത്തെ എല്ലാ മേഖലകളിലെ എല്ലാ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഞാൻ വേറൊരു ആംഗിളിലാണ്. പലപ്പോഴും ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കാം, ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ ഞാൻ ആരോടും ഇതിനൊന്നും പോയി, കാരണം എനിക്കാരെയും ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചൊരാളാണ് ഞാൻ. പിന്നെ വേറൊരാളുടെ ഒന്നും വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയാലും എനിക്ക് പ്രോബ്ലം ഇല്ലല്ലോ. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു രീതിയിലും എന്നെ ബാധിച്ചിട്ടില്ല. ഒരുപാട് അവാർഡുകൾ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അവാർഡ് കിട്ടിയേക്കുന്ന എനിക്ക് തോന്നുന്നു മനോരമയുടെ സംസ്ഥാന തലത്തിലെ ഏറ്റവും ഇത്തരം പ്രവർത്തനത്തിലുള്ള അവാർഡ് കിട്ടി. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് ഒന്നും എനിക്കത് കൃത്യമായിട്ട് അറിയാം. മനോരമ തന്നെ എല്ലാം സപ്പോർട്ടും ചെയ്തു തന്ന് എൻ്റെ എല്ലാ ഫയലുകളും എടുത്ത് അവർ തന്നെ എല്ലാം റെഡിയാക്കി എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഒരിക്കലും മനോരമയോട് നന്ദി പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒന്നും എൻ്റെ ഒരു സാധനം ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ച ആളല്ല. അപ്പോൾ അവർ ഒത്തിരി തൊടുപുഴയുള്ള അന്നത്തെ അജയ് ബെന്നും രാജേഷ് എന്നൊക്കെ പറഞ്ഞ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇന്നും അവരങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ആ സൗഹൃദങ്ങൾ, ഒരു സൗഹൃദം നമ്മൾ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുന്ന എന്ന് മാത്രമല്ല, ജീവിതാവസാനം വരെ അത് നിലനിർത്തും. അല്ലാണ്ട് ആ പോസ്റ്റ് ഒന്നും നമ്മളെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. പോലീസിലാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അവർ ആ പോസ്റ്റ് ഇരിക്കുമ്പോൾ പോലെ തന്നെ ജീവിതാവസാനം വരെ ആ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തും. അല്ലാണ്ട് ആ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ആരെയും ആ സൗഹൃദത്തിൽ ഏർപ്പെട്ട് എന്തെങ്കിലും കാര്യം നടത്താൻ പോയിട്ടുമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അകത്തുള്ള പോലെ തന്നെ പുറത്തുമാണ്. അല്ലാതെ ഒരു ഇതും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാൻ പോകാറില്ല. എനിക്കത് ഞാൻ അങ്ങനെ സ്പേസുകളിലേക്ക് മാക്സിമം പോകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ സലിം കുട്ടിക്കായെ സംബന്ധിച്ചും നാനാജാതി മതസ്ഥരുടെ ഇടയിൽ സലിം കുട്ടിക്ക പ്രവർത്തിക്കുന്നുമുണ്ട്. ഇവിടെ തൊടുപുഴയിലെ മിക്ക ചാരിറ്റി സംഘടനകളും അതുപോലെ തന്നെ പല പല പ്രസ്ഥാനങ്ങളും അതുപോലെ ബ്ലഡ് ഡൊണേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒട്ടും മിക്ക മേഖലകളിലും സലിം കുട്ടിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടും സലിം കുട്ടിക്ക അവരുമായിട്ടും ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വന്തം മതം മാത്രം നോക്കിക്കണ്ട് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാതെ ഇങ്ങനെ ഒരു ലിബറൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം, അങ്ങ് കൃത്യമായി ഒരു ഇസ്ലാം വിശ്വാസിയാണ്, എന്നാൽ എല്ലാ മതസ്ഥരെയും അങ്ങ് ഒരുപോലെ കാണുന്നു. അങ്ങനെ ഒരു ഒരു പ്രചോദനം, എല്ലാവരെയും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം. കളി പോലെ തന്നെയാണ്. ബോൾ ആരാണോ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ബോള് അവരുടെ കൂടെ പോകില്ലേ. ബോള് ആർക്ക് വേണേൽ ഹാൻഡിൽ ചെയ്യാം. ആ ബോളിനെ നമ്മളെങ്ങനെ ക്രമപ്പെടുത്തുന്നുള്ള അല്ലേ, നല്ല മനുഷ്യനാകുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം വരും. അപ്പോൾ നല്ല മനുഷ്യനാകുമ്പോൾ ഒരു മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നല്ല മനുഷ്യനായ എല്ലാ പ്രശ്നവും തീരും. അപ്പോൾ അകത്ത് ദൈവികതയുണ്ട് എപ്പോഴും. ആ ദൈവികത ഉള്ളത് കൊണ്ട് ആ മോശത്തരങ്ങൾക്കൊന്നും പോകാൻ മനസ്സൊരിക്കലും അനുവദിക്കാറില്ല. അപ്പോൾ നമ്മളങ്ങനെ ഉപബോധ മനസ്സിലതുണ്ട്. ഉപബോധ മനസ്സിലത് വന്നു കഴിഞ്ഞാൽ ബോധ മനസ്സിൽ ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അത് ശരിയല്ല, അതങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുതെന്നൊരു തോന്നൽ മനസ്സിലായി. ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനം കളിയായിരുന്നു. കളി അങ്ങനെ തന്നെയല്ലേ. ഏത് മനുഷ്യൻ്റെ കൂടെയും ലോകത്തുള്ള ആരുടെ കൂടെയും ബോൾ പോകും. ബോളിനെ നിയന്ത്രിക്കുന്നവൻ്റെ അടുത്തേക്കേ ബോൾ നിൽക്കുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ദൈവവും അത് തന്നെയാണ്. ആരുടെ കൂടെയും ദൈവത്തിനെ സമീപിക്കാം അല്ലേ. അപ്പോൾ അത് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കേണ്ട ആൾക്കാർ മനുഷ്യരാണ്.
പക്ഷെ മനുഷ്യർ അതിന് പകരം ദൈവം ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചാൽ അവരാ ഈ നാട്ടിലെ പ്രശ്നം, അല്ലാണ്ട് ജാതിയും മതമൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഓക്കെ. അവർ ബേസിക്കായിട്ട് ആ ബേസിക് ക്വാളിറ്റി ഉണ്ടായാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തോട് കുടുംബത്തോടൊപ്പം പോലെ സമൂഹത്തോടും രാജ്യത്തോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ഇക്ക സന്തോഷ് ട്രോഫി ടീമിൽ ഇടം പിടിച്ച ആളാണ്. അതെ. എന്തുകൊണ്ടാണ് അത് നിർത്തേണ്ടി വന്നത്, അല്ലെങ്കിൽ അത് തുടരാതിരുന്നതിനൊരു കാരണം എന്താണ്? ശരിക്കും സന്തോഷ് ട്രോഫി ടീമിൽ 1990 ഞാൻ ടീമിൽ വന്നു. ഇന്ത്യയുടെ ഒളിമ്പിക്സ് ക്യാമ്പിലും ബാംഗ്ലൂരായിരുന്നു, ഇന്ത്യൻ ക്യാമ്പിലും പങ്കെടുത്തു. അപ്പോൾ അതിനിടയ്ക്ക് കാലിനായിട്ട് പരിക്കാണ് ഈ മേഖലയിലേക്ക് തിരിയാൻ കാരണം. അപ്പോൾ എത്ര ഉയർന്നു പോകുന്ന ആളുകൾക്കും ഒരു പരിക്ക് പറ്റി വെളിയിൽ പോയാൽ പിന്നെ ശൂന്യമായി. ശരിയല്ലേ? അപ്പോൾ അത് സ്പോർട്സ് ഞാൻ അതുകൊണ്ടാണ് അത് മാത്രം ഫോക്കസ് ചെയ്യാതെ, എൻ്റെ മൈൻഡ് സെറ്റ് മാറിപ്പോയത് ഈ കാല് പോയതാണ്. അപ്പം ഞാൻ ആലോചിച്ച് ഇനി എനിക്ക് പറ്റിയത് ആർക്കും പറ്റരുതെന്ന് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പേരൻറ്റിനെ പോലെ ആയി ഞാൻ. ഏതോ ഒരു പേരൻ്റ് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ ഒരു പേരൻ്റ് എങ്ങനെയാണോ അവനെ ഹാൻഡിൽ ചെയ്യണത് അങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഇതല്ല ഈ അത്തരം കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റിയത്. അപ്പോൾ കാല് പോയപ്പോഴാണ് മനസ്സിലായത് ആരുമില്ല, സ്കൂളുകാരില്ല, ക്ലബ്ബുകാരില്ല, ഗവൺമെൻറ് ഇല്ല, ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനൊരു താങ്ങും തണലുമായി ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പരിക്ക് പറ്റുന്ന ആരെ കണ്ടാലും നമുക്ക് പറ്റിയത് മനസ്സിലായാലേക്കും അവർക്ക് വേണ്ടി എന്ത് വേണേ നമ്മൾ അങ്ങനെ കേരളത്തിൽ ഒരുമാതിരി ഓർത്തോ ഡോക്ടർമാർ, അലോപ്പതി, ആയുർവേദ ഡോക്ടർമാരെല്ലാവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയാലും ഏറ്റവും ഒരാൾക്ക് പരിക്ക് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ ചികിത്സിക്കുക എന്ന് പറയുന്നത് ചികിത്സിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോപ്പർ ചികിത്സയില്ലെങ്കിൽ ഒരാളുടെ ജീവിതാവസാനം വരെ അതിൻ്റെ ദൂഷ്യം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കാല് പോയ സമയത്ത് ഇന്നത്തെ എൻ്റെ അനുഭവം അനുസരിച്ചിട്ട് ഐസ് വെച്ചിട്ട് 2 ദിവസം 3 ദിവസം ബാൻഡേജ് ചെയ്ത് തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് വെച്ചിട്ടാണ് ഇന്ത്യൻ ക്യാമ്പിലൊക്കെ പോയത്. അങ്ങനെ കാലും മുട്ടും കൂടെ പോയി, ആങ്കിളിലായിരുന്നു പരിക്ക്. അപ്പോൾ പ്രോപ്പർ ചികിത്സയാണ് പ്രധാനം. ചികിത്സയില്ല എന്നോർത്തൊരു കുഴപ്പമില്ല. അപ്പോൾ വണ്ടി ഇടിച്ചാലും അങ്ങനെ തന്നെയാണ്. വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരിക്കുകൾ ഉണ്ടാകുന്നത്. ഒരാളെ എടുത്തില്ല എന്നോർത്തൊരു കുഴപ്പമില്ല. പ്രോപ്പറായിട്ട് അതിൻ്റെ എല്ലാ സപ്പോർട്ടും കൂടിയ ഒരു കളിക്കാരനെയോ ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്ന ഒരാളെ എടുക്കാവുള്ളൂ. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ കറക്റ്റായിട്ട് അത് കഴിഞ്ഞ് നല്ല സ്ഥലത്തെത്തിക്കുക. അതുകൊണ്ട് വാരി പിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടായേക്കും. അതിപ്പോൾ ഗ്രൗണ്ടിലാണെങ്കിലും അങ്ങനെയാണ്. ഈ അവയർനെസ്സാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടത്. ഉടനെ വാരി പിടിച്ചെടുത്ത് റിബൊക്കെ ഒടിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കയറി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അതിൻ്റെ ആ സപ്പോർട്ട് കൊടുക്കാതെ ഒരു മനുഷ്യനെ പോലും കലയിലും ജീവിതത്തിലും ഒന്നും പരിക്ക് പറ്റുന്നവരെ എടുക്കരുത്. കാരണം അതിൻ്റെ ദൂഷ്യങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചതാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ആ മേഖലയിലേക്ക് എൻ്റെ മനസ്സ് മാറാനുള്ള കാരണം അതാ. ഇനി ആർക്കും ഇതുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ഈ വേദനിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്, ഈ ഒരു കാരണം തന്നെയാണോ അതിനൊരു പ്രചോദനം? പിന്നെ ഇപ്പോഴും അതിൻ്റെ വിഷമങ്ങളും ദൂഷ്യങ്ങളും അനുഭവിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഗുണം കിട്ടിയവർക്ക് പോലും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാലൊടിഞ്ഞവൻ്റെ വേദന ഒടിഞ്ഞവനെ മനസ്സിലാവും. അപ്പോൾ കാലിൻ്റെ നീ ഇഞ്ചുറി ആയവർ, ലിഗമെൻ്റ് കേട്ടലേജ് ഒക്കെ ടീയറായി പോയ ആളുകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡോക്ടറെ പോലെ ഇത് സംഭവിച്ചാൽ എന്നാ ചെയ്യണമെന്ന് മനസ്സിലാക്കി നമ്മൾ. അതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലുള്ള ആരും ഇത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കറക്റ്റ് പ്രോപ്പർ സ്ഥലങ്ങളും ആളെയും കാണിച്ചു കൊടുക്കും. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇതേ ആക്സിഡന്റ് തന്നെ ഉണ്ടായാലും അത് പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യം നമുക്കുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ അറിവ് അന്നത്തെ കാലത്തൊന്നും അതിനെ സ്പോർട്സ് മെഡിസിൻ ഒന്നും അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ. ഈ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ മാത്യൂസ് പുള്ളിയുടെ നേതൃത്വത്തിൽ അന്ന് തുടങ്ങിയ സമയത്ത് സതീഷ് വാര, ഷീജ ഡോക്ടർ, അങ്ങനെ അജീഷ് ടി അലക്സ്, അമ്പാടി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ജീവിതം കൊടുത്ത ആൾക്കാരായിരുന്നു. സർക്കാർ ആശുപത്രി സംസ്ഥാനത്തല്ല രാജ്യത്ത് തന്നെ 18ഓളം ഒളിമ്പ്യന്മാർ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ കിടക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. ഞങ്ങൾ അതിനുള്ള എല്ലാ സൗകര്യവും PWD റെസ്റ്റ് ഹൗസിൽ അന്ന് പൗലോസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. അതിൻ്റെ പൈസയൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു അടച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഷെയർ ഇട്ട് അടയ്ക്കും. ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളുമായി. പക്ഷേ ഇപ്പം പഴയ പോലെ ആളുകൾ വെളിയിൽ നിന്നൊന്നും വരുന്നില്ല. കാരണം രാജ്യത്ത് മുഴുവൻ അതിൻ്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലെവലിൽ പ്രൊഫഷണലായിട്ട് കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി. എൻ്റർടൈൻമെൻറ്റ് സ്പോർട്സായി. കോമ്പറ്റീഷൻ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. കോമ്പറ്റീഷൻ സ്പോർട്സ് എന്ന് പറയുന്നത് ജീവിതം അർപ്പിക്കുന്നവർക്കേ പറ്റുള്ളൂ. ആരും അത്ര റിസ്ക് എടുക്കാൻ തയ്യാറല്ല. സർക്കാർ സംവിധാനങ്ങൾ അതനുസരിച്ചൊരു ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് ഡെവലപ്പ് ചെയ്യാതെ
കോമ്പറ്റീഷൻ സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. എൻ്റർടൈൻമെൻറ്റ് സ്പോർട്സാണ് ഇപ്പോൾ, ഒരു എൻജോയ്മെൻറ്റ്. അപ്പം നമ്മൾ അതിലും കണ്ടെത്തിയത് ഡ്രഗ്സിലേക്കൊന്നും പോകാതെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പോലെ നടക്കും. അതിൻ്റെ അകത്ത് പ്രൊഫഷണലാകാൻ താല്പര്യം കഴിവുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഞാൻ അതിൻ്റെ അകത്ത് കണ്ടൊരു കാര്യം, ടാലൻ്റ് ഉള്ള കുട്ടിക്ക് നല്ല പേരൻ്റ് ഇല്ല, ഈ പേരൻ്റ് ഉള്ള കുട്ടിക്ക് ടാലൻറ്റും ഇല്ല. അപ്പോൾ നല്ല ടാലൻ്റ് ഉള്ള കുട്ടിക്ക് ഒരു പേരൻ്റ് ആവുക എന്നുള്ളത് മാത്രമേ നമ്മൾ ജീവിതത്തിൽ കണ്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും പലർക്കും ആ പ്രൊഫഷണലായിട്ട് പോകാനുള്ള ഫോക്കസ് ചെയ്യാനുള്ള മനസ്സില്ല. ഈ തൊടുപുഴയിലുള്ള കുറച്ച് സ്ഥാപനങ്ങൾ, ഇപ്പോൾ സേവിയർ ഹോം, മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ, ദിവ്യശാലയം, അപ്പം അങ്ങനെ കുറേ സ്ഥാപനങ്ങളിൽ സലിംകുട്ടിക്ക് അവിടുത്തെ കുട്ടികൾക്ക് പിന്നെ പരിശീലനം കൊടുക്കുന്നുണ്ട്. എന്താ പറയുന്നത്, ഫ്ലാഷ് ബാക്ക് അനുഭവിച്ച വേദന ഈ കുഞ്ഞുങ്ങളിൽ കണ്ടിട്ടാണോ അതോ? അല്ല, അതിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ ഇവരൊക്കെ ആയിട്ട് നല്ല ആത്മബന്ധം പുലർത്തുന്നതാണ്. അതായത് ഇതുപോലെ നിസ്വാർത്ഥമായിട്ട് ഒത്തിരി മനുഷ്യനെ താങ്ങും തണലും ആകുന്ന സ്ഥാപനങ്ങളായതെല്ലാം ദിവ്യശാലയം, മദർ ആൻഡ് ചൈൽഡ്, പ്രതീക്ഷ ഭവൻ, സേവിയർ ഹോം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആയിട്ട് ബന്ധപ്പെടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അനാഥരായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ആ കോമ്പൗണ്ടിൻ്റെ അകത്തുനിന്ന് വെളിയിൽ പോകുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് എല്ലാ സംവിധാനം ഉണ്ടല്ലോ. ആ കുട്ടികളെ നമ്മൾ അത്യാവശ്യം യൂണിഫോം കൊടുക്കും, അവർ വേറെ ആരോടൊക്കെ സ്പോൺസർഷിപ്പ് വിളിച്ചിട്ട് ബൂട്ടൊക്കെ മേടിച്ച് കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് ഇവർ വന്ന് ഇവിടെ കളിക്കുമ്പോൾ ഉള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അസാമാന്യമാണ്. ഭയങ്കര ഒരു മൈൻഡ് സെറ്റിൽ മാറ്റമാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഒരു 19ഓളം കുട്ടികളുണ്ട്, ആൺകുട്ടിയും പെൺകുട്ടിയായിട്ട്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഒരു സ്നേഹം ഒരിടത്തും കിട്ടുന്നില്ല, അനാഥരാലോ. അപ്പം നമ്മളെ ഒരു പേരൻറ്റിനെ പോലെ അവരെ കാണുമ്പോൾ അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹം ഭയങ്കരമാണ്. എല്ലാം ഉള്ളവൻ്റെ അടുത്തല്ലല്ലോ നമ്മൾ പോകണേ, ഒന്നും ഇല്ലാത്തവൻ്റെ അടുത്ത്. അവരിൽ നിന്ന് നമ്മളൊരു സഹായം പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവരിലൊന്നും ഇല്ലല്ലോ. പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലും ഉള്ളവരെ അന്വേഷിച്ച് പോയാലല്ലേ കുഴപ്പമുള്ളൂ. അപ്പോൾ അവർ 100% നമ്മുടെ അടുത്തേക്ക് അറ്റാച്ച്ഡാണ്. അപ്പോൾ എല്ലാ ശനി ഞായർ ദിവസങ്ങളും ആ കുട്ടികളെ വണ്ടിയിൽ കൊണ്ടുവിടും, ഞങ്ങളുടെ പരിശീലനം കൊടുത്ത് അടുത്ത ഘട്ടത്തിലേക്കും ആ ജീവിതാവസാനം വരെ ഞങ്ങളെ ആരെയും മറക്കത്തില്ല, ഞങ്ങളുടെ കൂടെയുള്ളവരെയും അവരും മറക്കത്തില്ല. ഇപ്പോൾ മറ്റേ പ്രതീക്ഷാ ഭവനിൽ നേരത്തെ സ്പോർട്സ് വലിയ കാര്യമായിരുന്നില്ല. അന്ന് ഡീന എന്ന് പറഞ്ഞ സിസ്റ്ററായിരുന്നു. അത് ഇന്ത്യൻ ടീമിൽ ഒരു പയ്യനെ കിട്ടി, മുതലക്കുടങ്കാരനാണ്. അപ്പോൾ ഈ കിട്ടിയ സമയത്ത് അന്ന് പത്രത്തിൽ വാർത്ത വന്നു, അങ്ങനെ അത് മുതലക്കുടത്ത് നമ്മുടെ ക്യാമ്പ് കിടക്കുന്നത്. അവനവിടെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പോകാൻ പൈസയില്ല. പത്രത്തിൽ മംഗളം പത്രം ഒരു വാർത്ത ചെയ്തു, ഇന്ത്യൻ ടീമിൽ കിട്ടിയ കുട്ടിക്ക് പോകാൻ പണമില്ല. അന്നൊന്നും സർക്കാർ അതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇറങ്ങി പുറപ്പെട്ട് അന്ന് മഡോണ ദിലീപ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റിൻ പള്ളിക്കാടൻ, ഇവരെല്ലാം ഞാൻ പോയി കണ്ട് എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ കുറേ സുഹൃത്തുക്കളെ അവർ നല്ലൊരു പൈസ തന്നു. അത് ഞങ്ങൾ കുറേ സുഹൃത്തുക്കളെ കണ്ടെത്തി ആ പയ്യന് പോകാനുള്ള എല്ലാം ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റും അവന് പോകാനുള്ള എല്ലാ കളി ഉപകരണങ്ങളും മേടിച്ച് അവനായിട്ട് ആ ഇന്ത്യൻ ടീം വന്ന് ബ്രോൺസ് മെഡൽ നേടി സ്പെഷ്യൽ ഒളിമ്പിക്സിൽ. അതോടുകൂടി ആ സ്കൂളുകാരുടെ ഒരു 10-20 വർഷത്തോളമായി. അത് കഴിഞ്ഞാൽ ഷട്ടിലായിരുന്നു അവിടുന്ന് കുട്ടികൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അന്ന് ലയൺസ് ക്ലബ്ബിൽ ആ ഷട്ടിലുള്ളൂ. അന്ന് ഈ മഡോണ ദിലീപേട്ടനായിരുന്നു, വിനോദ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു, പുള്ളിയായിരുന്നു അതിനന്ന് സപ്പോർട്ട് ചെയ്തത്. അന്ന് ഒളിമ്പിക്സിൽ പോയി ആ കുട്ടികളും മെഡൽ നേടി, ഗോൾഡ് മെഡൽ നേടി. അപ്പോഴത്തേക്കും സർക്കാർ ഞങ്ങൾ കുറേ സ്വീകരണങ്ങളൊക്കെ കൊടുത്ത് അത് നല്ല പബ്ലിസിറ്റിയിലേക്ക് എത്തിയപ്പം അങ്ങനെ നിവേദനങ്ങളൊക്കെ കൊടുത്ത് ഇതിൻ്റെ അസോസിയേഷൻ ഉണ്ട് ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ, അവരെല്ലാം കൂടി നിവേദനവും പ്രകടനവും ഒക്കെ ഞങ്ങൾ പോയി മുദ്രാവാക്യമൊക്കെ വിളിക്കാനൊക്കെ കൂടും. അങ്ങനെയായി ഇപ്പം നിലവിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും സർക്കാർ കൊടുത്തു തുടങ്ങി. ഏതാ പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റാണെങ്കിൽ ചെലവിനുള്ള പൈസ നല്ല ലെവലിലേക്കായി. അപ്പോൾ അന്നത്തെ കാലത്ത് അവരുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ പോയി നിസ്വാർത്ഥമായിട്ട് ഇടപെടുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തുടരുക. ഒരു കരുതൽ അവർ അത് നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ പ്രതീക്ഷ ഭവനൊക്കെ പൂട്ടിപ്പോയ 250 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ നോക്കാൻ ആ പേരൻ്റ് ഇരുന്ന് അവർക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ കന്യാസ്ത്രീകൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി പണിയെടുക്കാന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കേണ്ടത് വേറെ സ്കൂൾ പൂട്ടിപ്പോയാലും കുഴപ്പമില്ല, ആ സ്കൂൾ നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. തീർച്ചയായിട്ടും. ഈ കൈക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ അവാർഡുകളെ പറ്റി ഒന്ന് പറയാമോ? അവാർഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോരമ അവാർഡായിരുന്നു. കാരണം ഗ്രൗണ്ട് പണിയുന്ന സമയത്തായിരുന്നു അവരുടെ അവാർഡ്. 1 ലക്ഷം രൂപ എനിക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അത് മൊത്തത്തിൽ മനോരമയും മാതൃഭൂമിയൊക്കെ നന്നായിട്ടത് ഈ ഗ്രൗണ്ട് പണിത് അങ്ങനെ ഇങ്ങനെ ഗ്രൗണ്ട് പണിയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു അന്ന് ഇത് തുടങ്ങിയ സമയത്ത്.
ഇതോടുകൂടി തൊടുപുഴ തന്നെ ടർഫുകൾ തന്നെ 3-4 വന്നു. അപ്പോൾ നമ്മളിതൊരു ബിസിനസ് സെറ്റപ്പിൽ ചെയ്താലല്ലോ. അപ്പോൾ ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയുള്ള കുട്ടികൾ ചെറിയ ഫീസ് വന്നാൽ ഇത് നിലനിൽക്കുന്നത്. ബാക്കി പൈസ നമ്മൾ പണിയെടുത്ത പൈസ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇതിന് വാടക നല്ലൊരു എമൗണ്ട്, കറണ്ട് കാശ്, 2-3 നമ്മുടെ പരിശീലകരായിട്ടുള്ള ആളുകൾ അവർക്കും ചെറിയ സാലറിയൊക്കെ കൊടുത്ത് വേണമല്ലോ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിൻ്റെ മെയിൻ്റനൻസ് ഇവിടെ നിന്ന് കാണുന്ന പോലെ അല്ല. ഒരിക്കലും ഇത് ഒരു വെക്കേഷൻ ക്യാമ്പുകളിൽ മാത്രമുള്ള ഇത് ഈ പൈസ കൊണ്ട് ഇത് ഓടിക്കാൻ പറ്റുള്ളൂ. ബാക്കി 10 മാസവും നമ്മൾ പണിയെടുത്ത പൈസയും കൂടെ ഇട്ടാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഞാനത് സന്തോഷത്തോടുകൂടി ചെയ്യുന്നൊരു കാര്യമായിട്ട്. കാരണം എല്ലാ കുഞ്ഞുങ്ങളുടെയും നിന്നും ഫീസ് വാങ്ങിച്ചിട്ടല്ല. അല്ലല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് കഴിവുള്ളവന്, ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ടൊന്നും ഇതില്ല, കഴിവുണ്ടെങ്കിൽ നമ്മൾ അവനെ എല്ലാ പ്രൊട്ടക്ഷൻ കൊടുക്കും. എൻ്റർടൈൻമെൻറ്റിന് വരുന്ന ആളുകളോട് ചെറിയ ഫീസ് നമ്മൾ വാങ്ങിയിട്ടാണ് ഇത് ഓടിച്ചുകൊണ്ട് പോകുന്നത്. 2 മാസം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ചെയ്യുന്ന പൈസേൻ്റെ അകത്തിടാതെ പോകുള്ളൂ. തീർച്ചയായും 34,000 രൂപ അടുത്ത് ഇതിന് റെൻറ്റ് വേണം. അപ്പോൾ അവർ ചോദിക്കാറ് പോലുമില്ല. നമ്മൾ ഈ വെക്കേഷൻ ക്യാമ്പിൽ കിട്ടുന്ന പൈസയും ബാക്കി പൈസയും കൂടെ അറേഞ്ച് ചെയ്തുകൊണ്ട് കൊടുക്കും. നമ്മുടെ ഓണർ വിനു എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹം ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും. അതൊക്കെ ചെറിയ കാര്യമല്ലല്ലോ. മനോരമയുടെ കിട്ടിയ അവാർഡിന്റെ പേരെന്തായിരുന്നു? അത് മനോരമ ക്ലബ് അവാർഡായിരുന്നു. 1 സ്ഥാനം കിട്ടി. 1 ലക്ഷം രൂപയും ബലകവും കിട്ടി. അത് ശരിക്കും ഉപകാരപ്പെട്ടു അവാർഡ്. ചുമ്മാ ബലകം കിട്ടിയോണ്ട് മാത്രം കാര്യമല്ലോ. നമുക്ക് നെഹ്റു കേന്ദ്രയുടെയും യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാതല അവാർഡ് കിട്ടി, പരിസ്ഥിതി അവാർഡ് കിട്ടി, ബ്ലഡ് ഡൊണേഷൻ അവാർഡ് കിട്ടി, ഒക്കെ കിട്ടി. പക്ഷേ അവാർഡുകൾ കിട്ടി. അപ്പോൾ അതിൽ ഉപകാരപ്പെട്ട അവാർഡ് മനോരമയുടെ അവാർഡായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊന്നും ചെയ്ത് കൊണ്ടേ കൊടുത്തല്ല, അവരെല്ലാം സപ്പോർട്ടും ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം അവർ അടുക്കും ചിട്ടിയാക്കി എടുത്ത് നമ്മുടെ പുറകിൽ നിന്ന് നമുക്ക് തന്ന അവാർഡ്. ആദ്യത്തെ ക്ലബ്ബ് അവാർഡിൽ 3-ാം സ്ഥാനം കിട്ടി. അവരാദ്യമായിട്ട് ചെയ്തതായിരുന്നു. ഇത്രയും സമയം നമ്മളോടൊത്ത് സംസാരിക്കുകയും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയൊക്കെ തന്ന് ഒരു നല്ല സന്ദേശവും ഉൾപ്പെടുത്തി ഒരു നല്ലൊരു സമയം നീക്കി വെച്ചതിന് ഒത്തിരി ഹൃദയംഗമായ നന്ദി. നന്മയുള്ള മനുഷ്യർ ഭൂമിയുടെ ഭാഗ്യമാണ്. തൊടുപുഴയുടെ ഹൃദയത്തിലെ ഭാഗ്യനക്ഷത്രമാണ് PA സലിംകുട്ടി എന്ന ഈ നല്ല മനുഷ്യൻ. 4 മീഡിയയ്ക്ക് വേണ്ടി ജോൺസൺ ഐസക്.